ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെ CPM പ്രതിനിധി ആരോപിക്കുന്നത് ഈ കേന്ദ്ര ഏജൻസികൾ വരുന്നത് കൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളതാണ്. മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള പരാമർശം. അങ്ങേക്ക് മറുപടി നൽകാം. നോക്കൂ ഗൗതം, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിന്റെ വാദഗതികളെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം അദ്ദേഹം പറയുന്നു, ഇതിൽ CPM-ന്റെ പ്രതികളൊന്നുമില്ല, സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചില പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഞാൻ ചോദിക്കുന്നത്, 2 ദേവസ്വം പ്രസിഡന്റുമാർ ഏത് തരത്തിലുള്ള പാർട്ടിയുടെ പ്രവർത്തകന്മാരും വിശ്വസ്തരുമാണ്. അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിമാർക്കും CPM-ന് ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ? അവരെ വെറുതെയാണോ ഇപ്പോൾ പിടിച്ചകത്തിട്ടിരിക്കുന്നത്? മാത്രമല്ല, അവർ ജാമ്യം തേടി എത്ര നാളുകളായി നടക്കുന്നു? എന്തുകൊണ്ടാണ് ഈ പ്രതികൾ ഇവർ നിരപരാധികളോ കേവലം സംശയിക്കപ്പെടുന്നവർ മാത്രമോ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതുവരെ ജാമ്യം കിട്ടാനുള്ള മുഴുവൻ അപേക്ഷകളും തിരസ്കരിക്കുന്നത്? പാർട്ടിക്ക് കൃത്യമായ ബന്ധവും സഹകരണവും സംരക്ഷണവും ഒരുക്കിയതിന്റെ പേരിലല്ലേ ഈ ഒരു അനുഭവം ഉണ്ടായത്? രണ്ടാമത് താങ്കൾ പറയുന്നു, ഞങ്ങൾ ആരും കോടതിയുടെ വിശ്വാസ്യതയെയോ അന്വേഷണത്തിനെയോ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ കോടതിയുടെ ചില പരാമർശങ്ങൾ നമ്മളിവിടെ പരിശോധിക്കുന്നത് നന്നായിരിക്കും. നോക്കൂ, ബഹുമാനപ്പെട്ട കോടതി കഴിഞ്ഞ ഫെബ്രുവരി 21/10/2025 കൂടിയിട്ടാണ് ഈ കേസ് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം, അന്ന് കോടതി SIT-യോട് ചോദിക്കുന്നു, ഇത് സുവമോട്ടോ ആണ്, SIT നിശ്ചയിച്ചത് കോടതിയാണ്, കോടതി അന്വേഷണത്തിൽ താല്പര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ എന്നോ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്നുള്ള പച്ച പരമാർത്ഥമാണ്. അന്ന് കോടതി ചോദിച്ചത് എന്താണ്? എന്തുകൊണ്ടാണ് ഇതിന്റെ ഗൂഢാലോചന നിങ്ങൾ അന്വേഷിക്കാത്തത്? എന്തുകൊണ്ടാണ് SIT-യോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ദേവസ്വം ബോർഡിലെ ചില അംഗങ്ങളെ മാത്രം, ചില ഉദ്യോഗസ്ഥരെ മാത്രം പ്രതികളാക്കി മാറ്റുന്നത്? മാത്രമല്ല, കോടതി ഒരു കാര്യവും കൂടെ പറഞ്ഞു. കോടതി സർക്കാർ വക്കീലിനെയും ദേവസ്വം വക്കീലിനെയും കോടതി മുറിയിൽ നിന്നും പുറത്താക്കിയാണ് അതിനുശേഷം വാദം തുടരാൻ അനുവദിച്ചത്. ഞാൻ അടിവരയിട്ട് പറയുന്നു വക്കീലിനോട്, സർ, സർക്കാർ അഭിഭാഷകനെയും ദേവസ്വം അഭിഭാഷകനെയും ഈ കേസിന്റെ നാൾവഴികളും നടപടികൾ മുറിയിൽ നിന്നും മാറ്റി നിർത്താൻ എന്തായിരിക്കാം ബഹുമാനപ്പെട്ട കോടതിയെ പ്രേരിപ്പിച്ച വികാരം? തീർന്നില്ല. കോടതി ഒന്നുകൂടി പറഞ്ഞു, ഈ കേസ് അന്വേഷണത്തിന്റെ ഒരു വിവരവും പുറത്തു പോകാനോ നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് കൈമാറാനോ പാടില്ല. അത്ര കുറ്റമറ്റ അന്വേഷണമാണ് ഇവർ നടത്തിയതെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ഇത്തരം ഒരു പരാമർശം 21/10/2025 ഒന്നുകൂടി പറഞ്ഞു. ദേവസ്വം മിനിറ്റ്സ് പിടിച്ചെടുക്കണം, മേൽത്തട്ടിൽപ്പെട്ട ഉന്നതരെയും ബോർഡിനെയും ഉന്നതരെ കുറിച്ച് ഗൂഢാലോചനയെ കുറിച്ചും അന്വേഷിക്കണം. വളരെ കൃത്യമായ ഡയറക്ഷൻസ് കോടതി കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ കേസിന്റെ അവസ്ഥ? വീണ്ടും ഞാൻ അഡ്വക്കേറ്റ് മനോജിന്റെ ശ്രദ്ധയിൽ ഡിസംബർ 5 കോടതി ഇടക്കാലം നടത്തിയ ചില രൂക്ഷമായ വിമർശനങ്ങളും പരാമർശങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഡിസംബർ 5 ശേഷം ആദ്യഘട്ടത്തിൽ കേസന്വേഷണം അത്യാവശ്യം നന്നായിട്ട് പോയി. ഡിസംബർ 5 സീരിയസ് സ്റ്റാഗ്നേഷൻ ഉണ്ട്. എന്താണ് മനോജ് സാറേ ആ വാക്കിന്റെ അർത്ഥം? ഗുരുതരമായ മരവിപ്പ് കേസന്വേഷണത്തിൽ SIT തുടരുന്നു. ഇത് അവസാനിപ്പിക്കണം. ഉദാഹരണത്തിന്, ചില പ്രതികളെ വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാത്തത് എന്താണ്? കൃത്യമായി കോടതി ചോദിച്ചു. കോടതി അതിർത്തി രേഖപ്പെടുത്തി. വമ്പൻ സ്രാവുകളിലേക്ക് കോടതി ഉപയോഗിച്ച പദം ബിഗ് ഫിഷസ്. എന്തുകൊണ്ടാണ് വമ്പൻ സ്രാവുകളിലേക്ക് നിങ്ങളുടെ അന്വേഷണം നീളാത്തത് എന്ന് പറഞ്ഞാൽ, എവിടെയൊക്കെയോ ചില ഇടപെടലുകൾ, എവിടെയൊക്കെയോ ചില എന്താ പറയുക, വിദൂര നിയന്ത്രണങ്ങൾ, കാണാച്ചരടുകൾ ഉണ്ടായി എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ സംസ്ഥാന വക്കീലന്മാരെയും സർക്കാർ വക്കീലും പോലീസ് ദേവസ്വം വക്കീലിനോടും കടന്നു പുറത്ത് എന്ന് പറയാതെ കോടതി പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇടപെടൽ ഉണ്ടായി എന്നതല്ലേ. ഇനി ED അന്വേഷണത്തിന് ഫയലുകൾ ചോദിച്ചപ്പോൾ എന്തായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്? EDക്ക് എങ്ങനെയാണ് രേഖകൾ കിട്ടിയത്? കോടതിയിൽ പോയതിനു ശേഷമല്ലേ, നിയമപോരാട്ടത്തിലൂടെയല്ലേ. അതുകൊണ്ട് ചാനലുകളിൽ വന്ന് ഞങ്ങൾ സത്യത്തിന് വേണ്ടിയാണ്, ധർമ്മത്തിന് വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്, അഴിമതിക്കെതിരാണ് എന്നൊക്കെ പറയുമ്പോൾ എവിടെയൊക്കെയോ ആരെയൊക്കെയോ സംരക്ഷിക്കുന്നുണ്ട് എന്ന് SIT പോലും സംശയിക്കുന്നില്ലേ?
രാജ്യാന്തര ഗൂഢാലോചന കോടതി പറഞ്ഞുവോ? ഒരു പരാമർശമില്ലേ? സുഭാഷ് കപൂറിന്റെ മാതൃകയിലാണ് ഈ ആന്റിക് വാല്യൂള്ള മൂല്യമുള്ള വസ്തുക്കളുടെ കള്ളക്കടത്ത് നടന്നത് എന്ന് കോടതി പരാമർശത്തിന്റെ സൂചനയുടെ അർത്ഥം എന്താണ്? ആരാണ് സുഭാഷ് കപൂർ? അന്താരാഷ്ട്ര വിഗ്രഹ പുരാവസ്തു കൊള്ളക്കാരനല്ലേ? അദ്ദേഹത്തിന്റെ മോഡലിലാണ് ഈ കൊള്ള എന്ന് കോടതി പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണം വേണ്ട രൂപത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് കോടതിക്ക് തോന്നിയതിന്റെ, പക്ഷെ കോടതിക്ക് പരിമിതികൾ ഉണ്ടാകും. ഒരു അന്വേഷണ ഏജൻസിയെ സംശയത്തിന് മുൾമുനയിൽ നിർത്തുന്നത്, അവരുടെ മേൽനോട്ട് നടക്കുന്ന അന്വേഷണം തള്ളിപ്പറയുന്നതിൽ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകാം. പക്ഷെ ഇപ്പോൾ അവസാനം അവർ എത്തിയിരിക്കുന്നത് എന്താണ്? പിന്നെ താങ്കൾ ഒരു കാര്യം ആരോ പറയുന്നത് കേട്ടു, അറിവില്ലായ്മ ഒരു തെറ്റൊന്നുമല്ല, പക്ഷെ മനഃപൂർവ്വം കളവ് പറയരുത്. BJPയുടെ അധ്യക്ഷൻ ഓഡിറ്റാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന്. ഇത് എവിടെ കിട്ടിയ വിവരമാണെന്ന് എനിക്കറിയില്ല. ലഭ്യമായ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. CBI അന്വേഷണം തന്നെയാണ്. നേരിട്ട് CBIക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യണം, അതല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവിലൂടെ മാത്രമേ CBIക്ക് അന്വേഷണം ഇടപെടാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള തുടക്കമാണ് BJPയുടെ അധ്യക്ഷൻ കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ട്, ബന്ധപ്പെട്ടവർക്കെല്ലാം അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഒരു തർക്കവും ഇവിടെ നമുക്കില്ല. പിന്നീട് ഏതോ ഒരു കേസിൽ ഫോട്ടോ മാത്രം, ഞാനൊരു ഫോട്ടോയെ മാത്രം അധികരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സഹോദര, ഒരു ഫോട്ടോയുടെ അധികാരത്തിൽ മാത്രം ഞാൻ ഇവിടെ സംശയിക്കുന്നില്ല. പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും സംശയിക്കുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെയും ചോദ്യം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പണ്ടും ഈ പ്രധാനമന്ത്രിയെ സംശയിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരു ബഹളവും BJPക്കാർ ഉണ്ടാക്കിയിട്ടില്ല. ആഭ്യന്തരമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് മുമ്പ്. അതിനെക്കുറിച്ച് തടസ്സപ്പെടുത്താനോ അതിന്റെ അന്വേഷണത്തിൽ മുന്നോട്ട് പോവുകയോ നമ്മൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ സംശയിക്കുന്നതിന്റെ കാരണം എന്താണ്? ഞാനൊരു പേര് വായിക്കാം. അലക്സാണ്ട്രിയ അക്ക അനുഷ്ക. സോണിയാഗാന്ധിയുമായി എന്തെങ്കിലും ബന്ധമുള്ള ഒരു വനിതയാണോ ഇവർ? ഇവർക്ക് ഒർബസാനോ സിറ്റിയിൽ ഗണപതി എന്ന പേരിലുള്ള ഒരു പുരാവസ്തു വിൽപ്പനശാലയുണ്ടോ? 2 എണ്ണം ഉണ്ട് അവർക്ക്. ഒന്ന് റിവോൾട്ടിലെ എത്തിരിക്കയിലും ഒബ്സാനോയിലെ സിറ്റി ഗണപതിയിലും. 1993-ലും 2003-ലും ഇന്ത്യൻ ഏജൻസികൾ ഇവരെ കുറിച്ചുള്ള അന്വേഷണത്തിന് തുടക്കം കുറിച്ചപ്പോൾ അവരിൽ നിന്നും ആവശ്യപ്പെട്ട രേഖകൾ ഇറ്റാലിയൻ എംബസിയോട് ചോദിച്ചപ്പോൾ ഇറ്റാലിയൻ എംബസി ഇന്നേ വരെ ഇന്ത്യക്ക് വിവരങ്ങൾ കൈമാറാത്തതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ട് എന്ന് സംശയിച്ചു പോയാൽ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇറ്റാലിയൻ എംബസി ഭാരതത്തിലെ കോടതിയും സർക്കാരും ചോദിച്ച രേഖകൾ കൈമാറാത്തത്? കോടതി പരാമർശിച്ച സുഭാഷ് കപൂർ 1300 കോടി മുതൽ 1500 കോടി രൂപ വരെയുള്ള തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ക്ഷേത്രങ്ങളിലെ ആന്റിക് വാല്യൂ ഉള്ള മൂല്യമുള്ള വിഗ്രഹങ്ങൾ കൊള്ള ചെയ്തതിൽ പിടിക്കപ്പെട്ടപ്പോൾ, ആ കേസ് നടന്നപ്പോൾ ഇവർക്കെതിരായ വീണ്ടും എന്തിനാണ് അന്വേഷണത്തിന് മുൻമുനയിലേക്ക് ഇവരെത്തിയത്? അപ്പോഴും ഇത് സ്ഥാപനം എന്തുകൊണ്ടാണ് തർക്കത്തിൽ വരുന്നത്? ഇനി നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു. സോണിയാഗാന്ധിയുടെ ഫോട്ടോയിൽ കണ്ടത് തെറ്റല്ല, അവരെ കൊണ്ടുപോയത് തെറ്റല്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അവിടുത്തെ പ്രസാദം കൊടുക്കാൻ ഈ രാധാകൃഷ്ണൻ പോറ്റിക്ക് എന്ത് ആധികാരികതയാണുള്ളത്? ഇത് പത്തനംതിട്ടയിലെ MP അറിയാതെ പോകുമോ? അവിടുത്തെ ആധികാരികമായിട്ട് പ്രസാദം കൊണ്ടു കൊടുക്കാൻ അടൂർ പ്രകാശിന് ഇല്ലാത്ത എന്ത് യോഗ്യതയാണ് ഇത് കൈമാറാൻ അദ്ദേഹത്തിനുള്ളത്? അതും ഞാൻ തള്ളിക്കളയാം. ഈ പ്രസാദം കൈമാറുന്ന ബെല്ലാരിയിലെ കൊള്ള മുതലുകൾ കച്ചവടം ചെയ്യുന്ന ഗോവർദ്ധനന്റെ സാന്നിധ്യം എന്തിനാണ്? ആ ഉത്തരം നിങ്ങൾ നൽകുമോ? ശരി, ഈ പോറ്റി പോയത് പ്രസാദം കൊടുക്കാൻ, അയക്കാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഞാൻ അതും വിട്ടു. അദ്ദേഹത്തിന്റെ കൂടെ ബെല്ലാരിയിലെ ഈ കൊള്ള മുതലുകൾ വാങ്ങി കോടികൾ ഈ ഇടപാടിലൂടെ സംശയത്തിന് മുൻപിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഗോവർദ്ധനൻ ഈ യാത്രാ സംഘത്തിൽ എങ്ങനെയാണ് ഇടം പിടിച്ചത്? SPG അറിയാതെയാണോ, അന്വേഷിക്കാതെ ആയിരിക്കുമോ ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു അനുമതി നൽകിയത്? ഗോവർദ്ധനന്റെ സാന്നിധ്യം നമുക്ക് അങ്ങനെ സംശയിക്കാനും തള്ളിക്കളയാൻ സാധിക്കുമോ? അവർക്കൊരു സഹോദരിക്കൊരു അല്ലെങ്കിൽ കുടുംബ ബന്ധുവിനൊരു ആന്റിക് കച്ചവട സ്ഥാപനം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ചോദ്യം ഇത്രയും ഉണ്ടാകുമായിരുന്നില്ല. മാത്രമല്ല, ഒറ്റ കാര്യം അവസാനിപ്പിക്കാം. ഈ മൗനം AICCയുടെ എന്തിനാണ് അവർ പുറത്തു വന്ന ഒരു പ്രസ്താവനയിലൂടെ ഇത് തള്ളി പറയാനോ ഇത് വെളിപ്പെടുത്താനോ തയ്യാറാവാത്തത്? ആ സാഹചര്യത്തിലാണ് SITയുടെ പരിമിതികളും കേന്ദ്ര ഏജൻസിയുടെ വരവും രാജ്യാന്തര ബന്ധവും
ഇതിനകത്തൊന്നും ഗൂഢാലോചനയും കേരളത്തിലെ ദേവസ്വത്തിന്റെ മൊത്തം കൊള്ളയും ഇവർക്ക് മുമ്പിൽ വരേണ്ടത് അനിവാര്യമാക്കുന്നത് ഗൗതം.